ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചെറിയൊരു വ്ളോഗ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ മാസങ്ങളായിട്ട് എടുത്ത് വെച്ചുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ മാസത്തിൽ എടുത്ത് വെച്ചുള്ളതാണ് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡിലേ ആയിപ്പോയി. ഐ എം വെരി സോറി. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളാണ്. എനിക്കും അമ്മയ്ക്കും അടയാണ് ഉണ്ടാക്കുന്നത്. ഇത് അച്ഛന് ആണ് കേട്ടോ ഈ ദോശ. ഇത് റാഗി ആൻഡ് ഗോതമ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ് ഈ ദോശയുടെ. ശരിക്കും ഇതാണ് നല്ല ഹെൽത്തി, ഇത് കഴിക്കണം. പക്ഷേ ടേസ്റ്റ് വൈസ് വലിയ അലമ്പൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ ഞാൻ ഇതുവരെ അതുകൊണ്ട് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കണം ഇനി മുതൽ ഇതൊക്കെ കഴിച്ച് തുടങ്ങണമെന്ന് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. പിന്നെ രാവിലത്തെ അല്ലറ ചില്ലറ ചില പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റഡീസിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കുക തന്നെ ചെയ്യാറ്. പിന്നെ എനിക്ക് നല്ല കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റാറില്ല കേട്ടോ. പക്ഷെ ഞാനിതപ്പോൾ ഇപ്പം അത് ട്രെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വണ്ടി വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ അച്ഛനത് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ആകെ അതിൻ്റെ മുകളിൽ പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കഴുകിയിടാം, അതിൻ്റെ മുകളിലുള്ള ആ പൊടിയൊക്കെ ഒന്ന് കളയാമെന്ന്. പിന്നെ കുറേ ചെടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കാലാവധി കഴിഞ്ഞൊക്കെ നശിച്ചു പോയി. പിന്നെ അമ്മ നോക്കാതെയും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി കേട്ടോ. അപ്പം നല്ല രീതിയിൽ പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ അത് കാണിക്കാം കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയായിരുന്നു. നമുക്ക് കുറച്ച് വഴിപാടുകൾ ചെയ്യേണ്ടത് അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയി വരുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ കയറി കേട്ടോ. ദിവ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെ ചാലിശ്ശേരിയിലുള്ളതാണ്. എൻ്റെ വ്ളോഗ് കണ്ട് ചാലിശ്ശേരിയുള്ളവർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ചേച്ചിയുടെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ടോപ്പുകളൊക്കെ ഉണ്ട്, കുറച്ചധികം ഉണ്ട്. മെയിനായിട്ട് അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസും ഡിസൈനൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. എനിക്ക് ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തായിരുന്നു. കൂടുതലും കുറച്ച് ഏജ് ആയുള്ളവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി നോക്കൂ. ആൻഡ് ഞങ്ങൾ പോയി വരുമ്പോൾ എനിക്ക് ചിക്കൻ വിങ്സ് കഴിക്കാൻ കൊതിയായിട്ട് വാങ്ങി. പക്ഷെ അത് കുറച്ച് ഓവർ ഇതായി പോയിട്ടോ, ഡ്രൈ ആയി, കരിഞ്ഞില്ല, അങ്ങനെയായി. നെക്സ്റ്റ് മോർണിംഗ് ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോവാണ്. ഈ വ്ളോഗ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു അമ്പലം വ്ളോഗാണ് കേട്ടോ. കുറേ അമ്പലങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ പോയി. പിന്നെ നമ്മളെപ്പോഴും പോകാറുള്ള നമ്മുടെ മുലയമ്പറമ്പ് അമ്പലത്തിൽ പോയിട്ടോ. അവിടെയും പോവണമായിരുന്നു. അപ്പം ഞാനും അമ്മയും അവിടെ പോയി. എന്നിട്ട് കടുംപായസമാണ് കേട്ടോ ഞാനന്ന് വാങ്ങിയത്. ആരെങ്കിലും ഈ കടുംപായസം കഴിച്ചിട്ടുണ്ടോ? ഇതിലെച്ചെങ്കിൽ ശർക്കര ഭയങ്കരമായിട്ടുണ്ടാകും. ഒരു വേറെ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ, സാധാരണ പായസത്തിൻ്റെ പോലെയല്ല. എന്നിട്ട് ഞാനും അമ്മയും കുറച്ച് നേരം നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ആൽത്തറയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ മെല്ലെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അപ്പത്തിനും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓട്ടോയിൽ പോന്നു. ഈവനിങ് ആയപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അമ്പലത്തിൽ പോയി. ആ വരുന്ന വഴിയിൽ എൻ്റെ മേമയുടെ വീട് അവിടെ അടുത്താണ്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ടോ. അവിടെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കസിൻസ് അതൊക്കെ പൊട്ടിച്ച് തന്നു. ഇത് വേറൊരു ദിവസം എൻ്റെ വീടിൻ്റെ അവിടെ ഷട്ടിൽ കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർ ക്ലബിൻ്റെ അവിടെ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവരുടെ അടുത്തേക്ക് കളിക്കാൻ പോയതാണ് കേട്ടോ. നല്ലതായിരുന്നു. പക്ഷേ ഈ ബോയ്സിൻ്റെ ഒപ്പം കളിക്കുമ്പോഴേ അവർ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, അത്ര അങ്ങോട്ട് എത്തണില്ല. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഗേൾസൊക്കെ കൂടിയിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് പൂരമാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരത്തോടനുബന്ധിച്ച് കൂത്തൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ വെറുതെ ഞങ്ങൾ ഗേൾസൊക്കെ കൂടി പോയതാണ്. കുറേ പേരുണ്ട് കേട്ടോ. ഇതിലെൻ്റെ മുടി കാണുമ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ട് വിഷമമൊക്കെ ആവട്ടെ. കാരണം ഞാനൊന്ന് നൈസായിട്ട് മുടി വെട്ടി അതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, മുടി വളരുമല്ലോ. എനിക്ക് അതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എൻ്റെ മുടിയിൽ ലെങ്ത്ത് ഉള്ളതും ലെങ്ത്ത് ഇല്ലാത്തതൊക്കെ ഓക്കെയാണ്. ഞാനും കാവ്യേച്ചിയോട് ചായ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് 37 ചായ ഓർഡർ ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ചായ കുടിയൊക്കെ എന്തായി എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കുടിക്കും എന്നൊക്കെ പറയാം കേട്ടോ. ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന മുത്തുമണീസൊക്കെ ഉണ്ടായിരുന്നു. ചിലർ ജ്യൂസ്, ചിലർ ചായ ഒക്കെയാണ്. ഞാനൊരു മാംഗോ ജ്യൂസാണ്. അതവിടെ കാലിയായിരിക്കണം. ആദ്യം തന്നെ കുടിച്ച് തീർത്തു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി. അപ്പോൾ ഇവിടേക്കൊക്കെ ഞാനിപ്പോൾ കാറ് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ പൂരമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് എൻ്റെ വീടിൻ്റെ അവിടുത്തെ ചാലിശ്ശേരി പൂരത്തിൻ്റെ തലേ ദിവസം വാണിയത്തിന് വന്നിക്കാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോന്നു. അമ്മയ്ക്കൊക്കെ കുറച്ച് വയ്യാത്തതല്ലേ, അപ്പോൾ തിരക്കാവുമ്പോഴത്തേനും പോയി കണ്ടു വരാച്ചിട്ട് ഞാനും വല്യമ്മയും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ വന്നത്. വല്യമ്മ മീൻസ് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. അപ്പം മീനൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ
മെയിൻ കേട്ടോ വാണിയത്തിൻ്റെ അന്നത്തെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഫാമിലി ആയിട്ട് ബീച്ച് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചാവക്കാടാണ് കേട്ടോ പോയത്. ഞാൻ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അതിൻ്റെ പിന്നാലെ അമ്മയും അച്ഛനും എൻ്റെ ഒപ്പം വെച്ച് പിടിച്ചു. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് ഞാനൊരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. പോയി വരുന്ന വഴിയിൽ ഞങ്ങൾ ഹാർബറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഞണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഹാർബറൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇത് അഴിമുഖമാണ്, ഇപ്പുറം കായൽ അപ്പുറം കടൽ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, താങ്ക് യു ഫോർ വാച്ചിങ്.